ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലോക്ക് 3 മണി ആൻഡ് ബാങ്കിങ്ങിനകത്തെ യൂണിറ്റ് 3 ബാങ്കിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, ബാങ്കിങ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ബാങ്കിങ് എന്താണ്? ബാങ്കിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, സ്റ്റോറിങ് ആൻഡ് മാനേജിങ് മണി. അതായത് നമ്മൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രോസസ്സാണ് അല്ലേ, ഇതൊരു പ്രോസസ്സാണ്. ഇവിടെ എപ്പോഴും ഒരു പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ എന്താണ്, മണിയെ ക്രിയേറ്റ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ബാങ്കിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, സ്റ്റോറിങ് ആൻഡ് മാനേജിങ് മണി. നമ്മുടെ രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രയോജനമാവുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അത് പിൻവലിക്കാനും, പിന്നെ നമ്മുടെ ആ മണിയെ നമ്മുടെ സേവ് ചെയ്ത് അവിടെ വയ്ക്കാനും ഒരു സുരക്ഷിതമായ ഒരു കേന്ദ്രമാണെന്ന് പറയുന്നത് ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ബാങ്കിങ് എന്താണെന്ന് മനസ്സിലായല്ലോ? ബാങ്കിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, സ്റ്റോറിങ് ആൻഡ് മാനേജിങ് മണി. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്. ഇനി ബാങ്കിങ്ങിനകത്ത് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാങ്കിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, എന്തൊക്കെ ഡെപ്പോസിറ്റ് ആണ് ഉള്ളതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ ഡെപ്പോസിറ്റിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാങ്കിങ് എന്താണെന്നാണ് പറഞ്ഞേ, നമ്മുടെ കൈവശമുള്ളൊരു പണത്തിനെ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും സഹായിക്കുന്നതാണ് ബാങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്, നമുക്ക് പല രീതിയിൽ അതിനെ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ഒന്നുകിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ റിക്വയറിംഗ് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം അല്ലേ. ഇത്ര ഇയറിലേക്ക് ഫിക്സ്ഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാം, അങ്ങനെ. ഓക്കെ, അപ്പം മനസ്സിലായാലോ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഓരോന്നുമായിട്ട് ഇനി നോക്കാം. എന്താണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദീസ് ഡെപ്പോസിറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദോസ് ഹു ഹാവ് എ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ഡിസയർ ടു സേവ് സം മണി ആസ് ഇറ്റ് നെയിം സജസ്റ്റ്. അതായത് എന്തെങ്കിലും നെയിം സജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അയാളുടെ പണം എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം അയാൾക്ക് പല മാർഗങ്ങളുണ്ട് അയാൾക്ക് ആ പണം അതിൽ നിന്ന് പിൻവലിക്കാൻ. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പല മാർഗങ്ങളുണ്ട്, അയാൾക്ക് അവിടെ നിന്ന് ആ മണി പിൻവലിക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ? ചെക്ക് നമുക്ക് എഴുതാം അല്ലേ, ചെക്ക് എഴുതി കൊടുക്കാം. റൈറ്റിംഗ് എ ചെക്ക്, യൂസിങ് ആൻ ATM കാർഡ്, സൈനിങ് എ വിഡ്രോവൽ ഫോം, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, യൂസിങ് UPI ആപ്ലിക്കേഷൻസ് എക്സെട്ര. ഇതെല്ലാം നമുക്ക് ഈ സേവിങ് ഡെപ്പോസിറ്റിലാണേലും നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മുടെ പണം പിൻവലിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് സേവ് ചെയ്ത് വെക്കുക, നമ്മുടെ ഒരു പണത്തെ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്ത് വെക്കുക. ദ ഫ്രീക്വൻസി ആൻഡ് സൈസ് ഓഫ് വിഡ്രോവൽസ് ഫ്രം എ സേവിങ്സ് അക്കൗണ്ട് വേരീസ് ഫ്രം ബാങ്ക് ടു ബാങ്ക്. ഓരോ ബാങ്കിൽ നിന്നും ചെല്ലുമ്പോഴും അതിൻ്റെ വിഡ്രോവൽ റേറ്റും അതിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ എത്ര, ഇപ്പം ഫ്രീക്വൻസി ആൻഡ് അത് എത്ര നാൾ നിൽക്കണം, അല്ലെങ്കിൽ അത് സൈസ് ഓഫ് വിഡ്രോവൽ, അതിൻ്റെ വിഡ്രോവൽ സൈസ് എത്രയാണ് അല്ലേ, എത്ര തുക ഇന്ന് പിൻവലിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഓരോ ബാങ്കിലും വെവ്വേറെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഒരു ദിവസം ഇത്ര തുക മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കരാറുണ്ട് എന്തിന്, ബാങ്കിന്. അത് പല ബാങ്കിനും വേറെ വേറെ രീതിയിലായിരിക്കും. ഇത്ര തുക ഇപ്പം SBIയിൽ എടുക്കുന്ന തുകയായിരിക്കത്തില്ല നമ്മൾ മറ്റ് ബാങ്കുകളിൽ പോകുമ്പോൾ എടുക്കുന്ന തുക. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവിങ്സ് ആണ് അല്ലേ. ഇനി അടുത്ത കറണ്ട് ഡെപ്പോസിറ്റ്. എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ്? ബിഗ് ബിസിനസ്മാൻ, കോർപ്പറേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, കോളേജസ് ആൻഡ് സ്കൂൾസ് ആർ റിക്വയർഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ് യൂസിങ് ദെയർ ബാങ്ക് അക്കൗണ്ട്സ്. ഇപ്പം കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അല്ലെങ്കിൽ
അങ്ങനെ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ്, കോളേജുകൾ, സ്കൂളുകൾ ഇവരെല്ലാം പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട്, ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴിയാണല്ലോ. They cannot open a savings bank account since there are limitations on the number of withdrawal that can be made. They must have access to an account that allows unlimited withdrawals. അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽസിലായാലും കോളേജിലായാലും അല്ലെങ്കിൽ സ്കൂൾസിലായാലും എപ്പോഴും എന്താണ് വിഡ്രോവലൊക്കെ വരുന്നതാണ്, നല്ല രീതിയിലുള്ള തുക വിഡ്രോവൽ വരുന്നതാണ്. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പം സേവിങ്സ് ഡെപ്പോസിറ്റിനകത്ത് ഇത്ര രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കറണ്ട് ഡെപ്പോസിറ്റിനകത്ത് അങ്ങനെയല്ല, നമുക്ക് എത്ര വേണേലും തുക പിൻവലിക്കാനായിട്ട് സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫണ്ട്സ് ആണുള്ളത് അല്ലേ. അതിപ്പോൾ സ്കൂളായാലും കോളേജായാലും ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം ആവശ്യങ്ങൾ കൂടുമ്പം പണം പിൻവലിക്കും. ഓക്കെ. From them, banks have current accounts similar to a savings account. This one also need a minimum deposit to be made upon starting the account. ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ അതിനകത്ത് ഒരു മിനിമം ബാലൻസ് വേണമെന്നാണ് പറയുന്നത്. എന്തിനകത്ത്? കറണ്ട് ഡെപ്പോസിറ്റിനകത്ത്. The fact that bank do not offer an interest on a current account in a drawback. Moreover, banks impose high charges for maintenance and services of current account. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഹൈ മെയിൻ്റനൻസ് ചാർജും കറണ്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വിഡ്രോവൽ ചെയ്യും. One benefit of current accounts is a feature known as the overdraft facility, whereby banks permit withdrawals in excess of the deposit sum for the convenience of account holder. അക്കൗണ്ട് ഹോൾഡറിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് എത്ര വേണേലും അത് വിഡ്രോ ചെയ്യാൻ പറ്റും. This overdraft facility is permitted to some consumers and up to a certain limit subject to prior arrangement with the bank. ബാങ്ക് ഒരു പ്രയർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമേഴ്സിനാണേലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. എന്ത് വഴി? ഓവർഡ്രാഫ്റ്റ് വഴി എത്ര തുക വേണമെങ്കിലും അവർക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കറണ്ട് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് കാണിച്ചിരിക്കണം, മെയിൻ്റനൻസ് ചാർജസ് അവർ പിടിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡ്രോബാക്കാണ് കറണ്ട് ഡെപ്പോസിറ്റിനുള്ളത്. ഓക്കെ. ഇനി റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? Recurrent deposit account is a particular kind of account where you have to deposit an amount on a regular basis rather than all at once. This fixed sum can be a little as ₹100 per month. You should open this account if you wish to start saving money regularly. അവിടെ സേവിങ് മണി എന്താണ്? റെഗുലർലി ആണ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ആ റിക്കറിംഗ് ഡെപ്പോസിറ്റ് വേരീസ് ബിറ്റ്വീൻ 5% and 7%. സീനിയർ സിറ്റിസൺസ് യൂഷ്വലി റിസീവ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ അതേഴ്സ്. മറ്റ് സീനിയർ സിറ്റിസൺ എന്താണ്? മറ്റുള്ളവരെക്കാളും ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ചുമത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പം റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണെന്നാണ്. എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? സം ബാങ്ക് കസ്റ്റമേഴ്സ് മൈറ്റ് പ്രിഫർ ടു കീപ് മണി ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതായത് ചില ആളുകൾ, ചില കസ്റ്റമേഴ്സ് അവർക്ക് കുറേ നാളുകൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? മണി കീപ്പ് ചെയ്യും. എ ഗ്രേറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഓഫേർഡ് ഓൺ ദീസ് ഡെപ്പോസിറ്റ്. ഇതിനൊക്കെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രേറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. Banks permit a lower rate of interest if funds are deposited in a saving account. To earn interest at a greater rate, money is deposited into fixed deposit account. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ അവരെപ്പോഴും എന്താണ്? സേവിങ്സ് അക്കൗണ്ടിലേ അവർ മണി ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും? ഫിക്സഡ് ഡെപ്പോസിറ്റിലായിരിക്കും അവരവരുടെ മണി സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. This kind of bank account enables the deposit of a sum for a predetermined time. There is no withdrawal permitted during this deposit period. ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് പീരീഡ് കൊടുത്തിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യം എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിൻവലിക്കാനായിട്ട് സാധിക്കത്തില്ല. ഏത് കാലയളവാണോ അതിന് പറഞ്ഞിരിക്കുന്നത് അത്രയും കാലയളവ് എന്ത് ചെയ്യണം? അത് ഫിക്സഡ് ആയിട്ട് നിൽക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ.
The depositor may however request to pay out the money prior to its maturity. അതായത് അതിൻ്റെ മെച്യൂരിറ്റിയിൽ എത്തിയതിന് ശേഷം മാത്രമേ അയാൾക്ക് അത് പിൻവലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം എന്താണ് സേവിങ് ഡെപ്പോസിറ്റ്, എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ്, എന്താണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്, എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞു. ബാങ്കിങ്ങിൻ്റെ പ്രധാന ടൈപ്പുകളാണ് ഈ പറഞ്ഞത്. സേവിങ് ഡെപ്പോസിറ്റും കറണ്ട് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? ഇനി നമ്മൾ ഓരോ ബാങ്ക്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് A commercial bank is a financial organization that accepts deposits from the general public and lending loans for investment and consumption purposes in order to maximize profit. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ആണ് അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ദാറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി ജനറൽ പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺസ്. അതായത് എന്താണ്, എല്ലാ ആൾക്കാരുടെ ജനറൽ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നു? ലെൻഡിങ് ലോണുകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു. ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും കൺസംഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് മാക്സിമസിൽ എത്തിക്കാനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു? ലോണുകളും ഒക്കെ അനുവദിച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ള ബാങ്കുകളെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ദാറ്റ് അക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി ജനറൽ പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ പർപ്പസസ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ്. ഓക്കെ, പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ പർപ്പസസ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും കൺസംഷൻ പർപ്പസസിനും വേണ്ടിയിട്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ജനറൽ പബ്ലിക്കിൻ്റെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്കുകളെയാണ്, ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ബാങ്കുകളെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് ടൈപ്സ് പറയുന്നുണ്ട്. എന്തൊക്കെ ടൈപ്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ളത്, ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. 3 തരത്തിലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ തരംതിരിച്ചിരിക്കുന്ന 3ആയിട്ടാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Private banks are the commercial banks where the majority of the share capital is owned by private persons and companies. ഒരു ഭൂരിഭാഗം ഷെയർ ക്യാപിറ്റലും എവിടെയാണുള്ളത്? പ്രൈവറ്റ് പേഴ്സൺസിൽ അല്ലെങ്കിൽ കമ്പനീസിലാണ് ഉള്ളത്. ഓൾ പ്രൈവറ്റ് ബാങ്ക്സ് ആർ ലിസ്റ്റഡ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. ലിമിറ്റഡ് ലയബിലിറ്റി, കുറഞ്ഞ ബാധ്യതയുള്ള കമ്പനീസിനെ ഈ പ്രൈവറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ഓഫ് സച്ച് ബാങ്ക്സ് ഇൻക്ലൂഡ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ, ബാങ്ക് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ബാങ്ക് ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്. ഇതെല്ലാം എന്താണ്? അങ്ങനെയുള്ള ബാങ്കുകളാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനീസിനെ പ്രൈവറ്റ് ബാങ്കിൽ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്തെടുക്കുന്നതിനാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് നോക്കാം. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? അപ്പോൾ എന്തായിരിക്കും? This category of banks is nationalized and the government owns a substantial stake of it. For instance, Bank of Baroda, Bank of India, Punjab National Bank, Canara Bank, Indian Bank, Indian Overseas. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത്? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും അല്ലേ? ആൻഡ് ദി ഗവൺമെൻറ് ഓൺസ് എ സബ്സ്റ്റാൻഷ്യൽ
സ്റ്റേക്ക് ഓഫ് ഇറ്റ്. അതായത് ഇതെന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഓൺസിലുള്ള ബാങ്കുകളായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടർ അങ്ങനെ അല്ലല്ല. പ്രൈവറ്റ് സെക്ടർ അങ്ങനെയല്ല. ഇതെന്താണ്, കമ്പനീസിനെ ലോ ലയബിലിറ്റിയുള്ള കമ്പനീസിനെ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ബാങ്കുകളെ കേന്ദ്രീകരിക്കുന്ന, അങ്ങനെയുള്ള കമ്പനീസിനെ കേന്ദ്രീകരിക്കുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഗവൺമെൻറ്റിൻ്റെ ഓൺസിലുള്ളതായിരിക്കും പബ്ലിക് സെക്ടർ ബാങ്ക്സ്. എന്താണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? These financial institutions are established in foreign nations and have branches overseas. Example of such banks are American Express Bank, Citibank, Standard and Chartered Bank, Royal Bank of Scotland, അങ്ങനെയൊക്കെയുള്ള ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ബഹ്റൈൻ, കുവൈറ്റ്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് കോർപ്പറേഷൻ. ഇതൊക്കെയാണ് ഇത് പറയുന്നത് ഫോറിൻ ബാങ്കുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ ബാങ്കുകൾ, അപ്പം നമ്മുടെ ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് വരും, പബ്ലിക് സെക്ടർ ബാങ്ക്സ് വരും, ഫോറിൻ ബാങ്കുകൾ വരും. ഓക്കെ, ഇത്രയും മനസ്സിലായാലോ? ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ടൈപ്സ്, സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെ കണ്ടു. അതിനുശേഷം എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളത് കണ്ടു. അതിനുശേഷം അതിൻ്റെ ടൈപ്സും കണ്ടു. ഇനി നോക്കാം ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കിനകത്ത് തിരിച്ചിരിക്കുന്നത്. പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻസ് എന്നും രണ്ടായിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് പ്രൈമറി ഫങ്ഷൻസ്? പ്രൈമറി ഫങ്ഷൻസ് ക്യാരിഡ് ഔട്ട് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ വെരി എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്. അതായത് ബാങ്കിങ്ങിൻ്റെ എസെൻഷ്യൽ പാർട്ടാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയിട്ടും ലോണുകളായിട്ടും എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് ദി പ്ലാസ്റ്റിക് കാർഡ്. എന്താണ്, ATM കാർഡും ചെക്ക് കാർഡും ഒക്കെ നമ്മൾ ചെക്ക് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതാണ് പ്രൈമറി ഫങ്ഷൻസിനകത്ത് വരുന്നത്. ഇനി നോക്കാം. ഈ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് എന്ന് പറയുമ്പോൾ സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ പഠിച്ച അതാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുമ്പം അവിടെ ലോൺസ് കൊടുക്കുന്നുണ്ട്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, മിസ്ലേനിയസ് അഡ്വാൻസസ്. ഇതൊക്കെയാണ് ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോൺസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പിന്നെന്താ വരുന്നത്, ക്രെഡിറ്റ് ക്രിയേഷൻ ആണല്ലോ അവിടുത്തെ. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷനകത്ത് വരുമ്പോൾ? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ എബിലിറ്റി ഓഫ് എ മോഡേൺ ബാങ്ക്. അതായത് ഇതെന്താണ്, ഒരു സ്പെഷ്യൽ എബിലിറ്റി ടു മോഡൽ ബാങ്കിൻ്റെ ഒരു സ്പെഷ്യൽ എബിലിറ്റി ആണെന്നാണ് പറയുന്നത്. വെൻ എ ബാങ്ക് അക്കംപ്ലിഷസ് ക്രൂഷ്യൽ ടാസ്കസ് ലൈക്ക് അക്സെപ്റ്റിംഗ് ആൻഡ് ലെൻഡിങ് മണി. എന്താണ്, ക്രൂഷ്യൽ ടാസ്ക് ആണ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന, ഇറ്റ് ഓൾസോ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ്സ് അനദർ ടാസ്ക് കോൾഡ് ക്രെഡിറ്റ് ക്രിയേഷൻ. അതായത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യുന്ന മറ്റൊരു ടാസ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ യൂസ് ഓഫ് ദി ചെക്ക് സിസ്റ്റം ആൻഡ് ദി പ്ലാസ്റ്റിക് കാർഡ്. നമ്മൾ ചെക്ക് സിസ്റ്റവും പ്ലാസ്റ്റിക് കാർഡും ഒക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്, ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ക്രിയേഷന്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് ദി പ്ലാസ്റ്റിക് കാർഡ്. ഇത്രയുമാണ് പ്രൈമറി ഫങ്ഷൻസിനകത്ത് ഉൾപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസിനകത്ത് വരുന്നത്. ഇനി എന്താണ് സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ഓൺലൈൻ ബാങ്കിങ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? സെക്കൻഡറി ഫങ്ഷൻസിനകത്താണ്. ഇപ്പോൾ സെക്കൻഡറി ഫങ്ഷൻസിനകത്ത് മെയിൻ പറയുന്നത് കസ്റ്റമേഴ്സ് ബെനിഫിറ്റ് ഇമ്മെൻസ്ലി ഫ്രം ദീ സർവീസസ്. ദ
Modern banking industry provides a wide range of services to draw in more customers and so ഗ്രോ ദി ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ് സർവീസസ് പറഞ്ഞല്ലോ. ഓൺലൈൻ ബാങ്കിങ് സർവീസസ് മേക്ക് അപ്പ് ദി 3 പ്രൈമറി കാറ്റഗറീസ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക് സെക്കൻഡറി ഫങ്ഷൻസ്. കൊമേഴ്ഷ്യൽ ബാങ്കിലെ സെക്കൻഡറി ഫങ്ഷൻസിനകത്ത് മെയിൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഓൺലൈൻ ബാങ്കിങ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലാണുള്ളത്. പ്രൈമറി ഫങ്ഷൻസും ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസും ഉണ്ട്. എന്താണ് പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു? സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കവറിങ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ ഡെപ്പോസിറ്റുകളെ എന്ത് ചെയ്യുന്നു? അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ലോൺസും അഡ്വാൻസസും ഒക്കെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്നു, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് ദി പ്ലാസ്റ്റിക് കാർഡ്, അതായത് ATM കാർഡിൻ്റെയും ചെക്ക് സിസ്റ്റത്തിൻ്റെയൊക്കെ ഉപയോഗം. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏജൻസി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ഓൺലൈൻ ബാങ്കിങ് സർവീസസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എന്താണ്? ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും ഓൺലൈൻ ബാങ്കിങ് സർവീസസും സെക്കൻഡറി ഫങ്ഷൻസിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് കഴിഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് എന്താണ് സെൻട്രൽ ബാങ്ക് എന്നാണ്. എന്താണ് സെൻട്രൽ ബാങ്ക്? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കുകൾ അല്ലേ? സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ദ സെൻട്രൽ ബാങ്ക് ഈസ് ആൻ അപ്പെക്സ് ബാങ്ക് ഇൻ ആൻ ഇക്കണോമി. എന്താണ്? ഒരു ബാങ്കിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിലുള്ള ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പെക്സ് ബാങ്ക് ഇൻ ദി എക്കണോമി which has an independent authority tasked with monitoring, regulating and stabilizing the country's monetary and banking framework. അതായത് ഇത് ഒരു ഇൻഡിപെൻഡൻ്റ് അതോറിറ്റിയാണ് അല്ലേ? ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി അത് ടാസ്ക് ചെയ്യുന്ന എന്തൊക്കെയാണ്? മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. കൺട്രിയുടെ മോണിറ്ററി ആൻഡ് ബാങ്കിങ് ഫ്രെയിംവർക്കിനെ ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഏതാണ്? സെൻട്രൽ ബാങ്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയും the central bank is regarded as the most powerful financial institution in the banking system. It is regarded as an important component of a country's economic and financial structure. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന എന്താണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സെൻട്രൽ ബാങ്കിനുള്ളത്? ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാൻ പറ്റും? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിന് അഡ്വൈസർ ടു ദി ഗവൺമെൻറ് ബാങ്കറാണ്. അതുപോലെ ഫിസ്ക്കൽ ഏജൻ്റ് ഉണ്ട് അല്ലേ? കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, പിന്നെ കസ്റ്റോഡിയൻ ആൻഡ് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു സെൻട്രൽ ബാങ്കിന് ഉള്ളത്. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ്, കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, പിന്നെ കസ്റ്റോഡിയൻ ആൻഡ് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് കണ്ടു, സെൻട്രൽ ബാങ്ക് എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഫങ്ഷൻസും കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് മോണിറ്ററി പോളിസി. നമുക്കറിയാം മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാക്രോ എക്കണോമിക് പോളിസീസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. അതായത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, ഇൻഫ്ലേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പോളിസീസിലൊന്നാണ് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? മോണിറ്ററി പോളിസി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ,
മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് മോണിറ്ററി പോളിസി? എന്താണ് മോണിറ്ററി പോളിസി? ഈസ് ദി മാക്രോ എക്കണോമിക് പോളിസി ലേഡ് ഡൗൺ ബൈ ദി സെൻട്രൽ ബാങ്ക്. അപ്പം എ കൺട്രി സെൻട്രൽ ബാങ്ക് യൂസസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് കോൾഡ് മോണിറ്ററി പോളിസി ടൂൾസ് ടു റെഗുലേറ്റ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻ സർക്കുലേഷൻ. മണി സർക്കുലേഷനിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി സർക്കുലേഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്, അതായത് സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് പറയുന്നത്. ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്, എന്തിനൊക്കെ? എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് മെഷേഴ്സ് ലൈക്ക് അഡ്ജസ്റ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്, ഓൾട്ടറേറ്റിംഗ് ബാങ്ക് റിസർവ് റിക്വയർമെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ വേണ്ടിയാണ്? എക്കണോമിക് ഗ്രോത്തിനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇംപ്ലിമെൻറ്റ് മെഷേഴ്സ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ഓൾട്ടറിങ് ബാങ്ക് റിസർവ് റിക്വയർമെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെൻറ്റ് ഓഫ് മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഈസ് ദ ഡിമാൻഡ് സൈഡ് എക്കണോമിക് പോളിസി യൂസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് എ കൺട്രി ടു അച്ചീവ് മാക്രോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ, കൺസംഷൻ, ഗ്രോത്ത് ആൻഡ് ലിക്വിഡിറ്റി. അതായത് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻഫ്ലേഷനെ തടയാൻ, അല്ലെങ്കിൽ കൺസംഷൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗ്രോത്ത്, ലിക്വിഡിറ്റി, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് മാക്രോ എക്കണോമിക്സിൽ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, മോണിറ്ററി പോളിസി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന എന്താണ്? മോണിറ്ററി പോളിസി ആണെന്നാണ് ഗവൺമെൻറ് സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഒബ്ജക്റ്റീവാണ് മോണിറ്ററി പോളിസിക്ക് ഉള്ളത്? നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മോണിറ്ററി പോളിസി എന്തൊക്കെ പ്രശ്നങ്ങളെ തടയുന്നുണ്ട്? പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രൈസിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരുന്നു. എക്കണോമിക് ഗ്രോത്തിനെ അച്ചീവ് ചെയ്യുന്നു, അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് അതിനെ എക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസീസ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിലെ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കൺട്രോൾഡ് മണി സപ്ലൈ, ഇതെല്ലാം എന്താണ്? മോണിറ്ററി പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ടൂളാണല്ലേ, ഗവൺമെൻറ്റിൻ്റെ ടൂളാണ് മോണിറ്ററി പോളിസി ടൂൾസാണ്. സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന ടൂളാണ് മോണിറ്ററി പോളിസി ടൂൾസ്. ഇത് ടോട്ടൽ എമൗണ്ട് ഓഫ് മണി സർക്കുലേഷനെ എന്ത് ചെയ്യാൻ പറ്റുന്നു? റെഗുലേറ്റ് ചെയ്യാനും എക്കണോമിക് ഗ്രോത്തിനെ കൂട്ടാനും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് മോണിറ്ററി പോളിസി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത്, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കൺട്രോൾഡ് മണി സപ്ലൈ എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. അപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, രണ്ട് ക്വാളിറ്റേറ്റീവും ഉണ്ട് അല്ലേ. അപ്പം എന്താണ് ക്വാണ്ടിറ്റേറ്റീവിനകത്ത് വരുന്നത്? ബാങ്ക് റേറ്റ് പോളിസി, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റുറ്ററി ലിക്വിഡ് റേഷ്യോ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ഇതെല്ലാം കൂടി ചേരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ജനറൽ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിനകത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിനകത്ത് വരുന്നത്? വേരിയേഷൻസ് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ്, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, ക്രെഡിറ്റ് റാഷണിങ്, പിന്നെ ഡയറക്റ്റ് ആക്ഷൻ, മോറൽ സുവേഷൻ, പിന്നെ പബ്ലിസിറ്റി,
ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസിയും ചോദിക്കുമ്പം 2 തരത്തിലാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഓഫ് ജനറൽ മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളുമാണ്. അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ടെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സഹായിക്കുന്നതാണ്. അത് 2 മാർക്കിനൊക്കെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഇതുവരെ നോക്കിയത് അപ്പോൾ എന്തൊക്കെയാണ്? എന്താണ് ബാങ്കിങ് എന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് എന്തൊക്കെ, ബാങ്കിങ് ഡെപ്പോസിറ്റ് ഏതൊക്കെയാണ്? സേവിങ്, കറണ്ട്, റിക്വയറിങ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. ശേഷം നമ്മൾ സെൻട്രൽ ബാങ്ക് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും, പിന്നെ മോണിറ്ററി പോളിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻസേഴ്സ് തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.